തേനീരികയ്ക്ക് ശേഷം ഇന്ന് ഞാൻ വരുന്നത് പുതിയ ഡിഷുമായിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റോസ് വൈനാണ്. ഇത് നമ്മുടെ ഗാർഡനിൽ നിന്ന് കളക്ട് ചെയ്ത ഫ്രഷ് റോസാപ്പൂക്കളാണ്. കടയിൽ നിന്നുള്ള റോസാപ്പൂക്കളൊന്നും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല, വല്ല കീടനാശിനികൾ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടോ. ഇത് നമ്മുടെ ഫ്രഷ് റോസാപ്പൂക്കളാണ്. അപ്പോൾ റോസാപ്പൂക്കളുടെ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മമ്മി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മമ്മിൻ്റെ വീട്ടിൽ നിന്ന് ഈ റോസ് വൈൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതാ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ റോസാപ്പൂക്കൾക്ക് കുറേ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മളിന്ന് അതാണ് റോസ് വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റോസ് വൈൻ ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ റോസാപ്പൂക്കൾ തന്നെയാണ്. നിങ്ങളുടെ ഇത്രയും റോസാപ്പൂക്കളൊന്നും കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം മുന്നേ തന്നെ കളക്ട് ചെയ്ത് തുടങ്ങാം. എന്നിട്ടൊരു എയർ ടൈറ്റ് പാത്രത്തിൽ എടുത്തു വെച്ച് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി. അപ്പം ഞങ്ങളിത് ഇത്രയും 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് ഞങ്ങളുടെ റോസാപ്പൂക്കളാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്ക് ഇതിനാവശ്യം ഒരു ഭരണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചില്ലുകുപ്പി എന്തെങ്കിലും വേണം. പ്ലാസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യണ്ട. അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിലൊരു പഴയ നമ്മുടെ ബൂസ്റ്റിൻ്റെ ഒരു പാത്രമാണ്, 1 ലിറ്ററിൻ്റെ ഒരു പാത്രമാണ്. അതാണ് ഇപ്പം ഇതിന് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം 3 ഗ്ലാസ് തിളപ്പിച്ചറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണുള്ളത്. ഇത് നമുക്ക് 3 ഗ്ലാസ് ഇതിലേക്ക് ഒഴിക്കണം. ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏത് കുപ്പിയാണ് എടുക്കുന്നതെങ്കിലും അതിന്റെ ഹാഫ് ഭാഗം മാത്രമേ നമുക്ക് വെള്ളം പാടുള്ളൂ. പിന്നെ നമ്മളിതിൽ റോസ് പെറ്റൽസ് നിറയ്ക്കുകയാണ്. ഞാൻ ഈ കുപ്പിയുടെ ഹാഫ് പോർഷൻ ഈ വെള്ളം നിറയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ 3 ഗ്ലാസ് വെള്ളം. ഇനി നമ്മൾ ഇതിലേക്ക് ഈ 3 ഗ്ലാസ് തിളപ്പിച്ചറിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു ഡൗട്ടൊന്നും വരണ്ട, ഞങ്ങൾ കറക്റ്റ് അളന്നിട്ട് തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് തീരെ ചൂടില്ലാത്ത വെള്ളമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ കുപ്പി നോക്കി, ഈ കുപ്പിയുടെ ഹാഫിലും താഴെ ആയിട്ടാണ് വെള്ളം നിൽക്കുന്നത്. അത്രയും വെള്ളം നമ്മൾ ഇതിന് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി നമ്മുടെ റോസ് പെറ്റൽസ് ഒക്കെ ഇടുന്നതാണ്. ഇനി നമുക്ക് റോസ് പെറ്റൽസ് എങ്ങനെയാണ് എടുക്കണതെന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, നമ്മൾ അതിന് നടുവിലുള്ള പൂമ്പൊടി ഇതിലേക്ക് ഇടരുത്. കാരണം അതിനൊരു ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെറ്റൽസ് മാത്രമേ നമ്മൾ പറിച്ചിടാൻ പാടുള്ളൂ. ആ പൂമ്പൊടിയും അതിൻ്റെ കടഭാഗമൊന്നും നമ്മൾ അതിലേക്ക് ഇടണ്ട. ഇതേപോലെ എല്ലാ റോസാപ്പൂക്കളുടെയും പെറ്റൽസ് മാത്രം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു ബൗൾ ഫുള്ളും റോസ് പെറ്റൽസ് ഉണ്ട്. ഇനി ഇത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടാൻ പോവുകയാണ്. റോസ് വൈൻ ഉണ്ടാക്കാൻ നമുക്കൊരു 3 ഡേ പ്രോസസ്സ് ഉണ്ട്, 3 ഡേ പ്രോസസ്സ് ഉണ്ട്. ഇന്ന് ഡേ 1 ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഡേ 1 നമ്മൾ ഇത്രയും ഫ്ലവേഴ്സ് ഇതിലേക്ക് ഇടുകയാണ്. അതുപോലെ ഡേ 2 നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഇടണം. ഡേ 3 കുറച്ച് ഫ്ലവേഴ്സും പിന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ഡേ 1 മാത്രമാണ്. ഇപ്പം നമ്മുടെ റോസ് പെറ്റൽസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ വൈറ്റ് റോസ് പെറ്റൽസും എടുത്തിട്ടുണ്ട്. റെഡ് മാത്രം കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഞങ്ങളുടെ ഇപ്പോൾ 2ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഷുഗർ ചേർക്കാൻ പോവുകയാണ്. നമ്മൾ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണ് ഷുഗർ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഫുൾ ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂൺ വെച്ച് 3 ഗ്ലാസ്സിന് നമ്മൾ 6 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ 6 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടു. അപ്പോൾ കണ്ടില്ലേ, വെയിറ്റ് കാരണം പെറ്റൽസ് ഒക്കെ താഴേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഡേ 1 ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. പെറ്റൽസും ഷുഗറും നമ്മൾ ഇട്ടിരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഡേ 2 നമുക്ക് പെറ്റൽസ് ഇടണം, കുറച്ച് പെറ്റൽസ് ഇടണം. അതുപോലെ ഡേ 3 നമുക്ക് പെറ്റൽസ് ഇടണം. ഇപ്പോൾ ഞങ്ങൾ മൂടി വെച്ച് ഭദ്രമായിട്ട് എടുത്ത് വെക്കാൻ പോവുകയാണ്. ഇന്നിനൊന്നും ചെയ്യണ്ട. ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ജാറിലേക്ക് കുറച്ച് പെറ്റൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നേക്ക് നോക്കി നിങ്ങൾക്ക് ആ പെറ്റൽസിൻ്റെ അടിയിൽ കുറച്ച് ചെറിയ ഇങ്ങനെ കളർ ഇളകി വന്നത് കാണാം. അപ്പോൾ നന്നായിട്ട് കളർ ഇളകി വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഫുള്ളും പെറ്റൽസ് ഇട്ടു. ഇന്നേക്ക് അത് കണ്ടോ, ഒന്ന് അമിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡേ 2 പെറ്റൽസ് ഇടാൻ പോവാണ്. ഡേ 2 വേറെ ഒരു പണിയുമില്ല. ഇതേപോലെ പെറ്റൽസ് ഈ കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യാന്നുള്ളതുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇത്രയും പെറ്റൽസ് ഇല്ലെങ്കിൽ ഉള്ളത് ഇടുക. ഡേ 2 വേറെ ഒന്നും ചെയ്യാനില്ല. ഇതേപോലെ പെറ്റൽസ് ഇട്ട് ഒന്ന് ഇളക്കി വെക്കുക, അത്രേ ഉള്ളൂ. കണ്ടോ, അങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി വെക്കുക. മാവലി നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് ഇടാൻ നോക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായ ഫ്ലവേഴ്സ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇടാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്ലവേഴ്സ് നമുക്ക് ഇത്രയും വിശ്വസിച്ച് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ റോസ് ഫ്ലവേഴ്സിന് ഉള്ളത് ഇടുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നാളെ നമുക്ക് ഇതുപോലെ കുറച്ച് ഫ്ലവർ പെറ്റൽസ് ഇടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത്രത്തോളം വരെ ഇപ്പോൾ പെറ്റൽസ് ഉണ്ട്.
ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് നോക്കാം എത്രത്തോളം കളർ വന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഡേ 3 ആണ്. ഡേ 3 നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ജാറ് നോക്കാം. നമ്മുടെ ജാറിൽ നിങ്ങൾക്ക് കാണാം ഡേ 1 ഡേ 2 ലിറ്റർ റോസ് പെറ്റൽസിൻ്റെ സത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു കളർ ബാൻഡ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ റോസ് പെറ്റൽസിൻ്റെ അടിയിൽ കാണാം, ഒരു ലൈറ്റ് റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി ഒരു 5 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഈ കളർ നന്നായിട്ട് ഇളകി വരും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സെറ്റ് റോസ് പെറ്റൽസ് ഇടണം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം, കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ഏലക്കായ, ഒരു ഗ്രാമ്പു, പിന്നെ ഒരു കുരുമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റോസ് പെറ്റൽസിൻ്റെ മാത്രം ഫ്ലേവർ മതി എന്നുള്ളവർക്ക് ഇതൊന്നും ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കാം. ഞങ്ങളൊരു ചെറിയൊരു സ്പൈസസ് എമൗണ്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ജാറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല റോസ് പെറ്റൽസിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. കണ്ട അത്രയും സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതേപോലെ ഇന്നും നമുക്ക് കുറച്ച് റോസ് പെറ്റൽസ് ഇടണം. കണ്ട് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് റോസ് പെറ്റൽസ് ഇടുക. എത്രത്തോളം റോസ് പെറ്റൽസ് ഉണ്ടോ അത്രത്തോളം നമുക്ക് റോസാപ്പൂവിൻ്റെ ആ ഒരു സത്തും ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിൽ ഇത്ര സെറ്റ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് ഉള്ളത് ഇന്ന് ഇടുകയാണ്. ഇനി നമുക്ക് റോസ് പെറ്റൽസ് ഇടേണ്ട ആവശ്യമില്ല. ആകെ കൂടി 3 ദിവസമേ നമുക്ക് റോസ് പെറ്റൽസ് ഇടണ്ടോ, ഡേ 1 ഡേ 2 ഡേ 3. അപ്പോൾ റോസ് പെറ്റൽസ് ഇട്ടിങ്ങനെ നിറഞ്ഞാൽ നിങ്ങളൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. ശരിക്കും ലിഡ് വരെ റോസ് പെറ്റൽസ് വേണം, അപ്പോഴാണ് ശരിക്കും നല്ല ഫ്ലേവർ റോസാപ്പൂവിൻ്റെ കിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഷുഗറാണ്. അപ്പോൾ നമ്മൾ ഡേ 1 നമ്മൾ 3 ഗ്ലാസ് വെള്ളത്തിന് 6 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടു. അപ്പോൾ നമ്മളിനി ഡേ 3ലും ഷുഗർ ഇടുകയാണ്. ഇന്ന് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ ഷുഗർ മതിയാവും. അങ്ങനെ നമ്മൾ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് നമ്മൾ ഡേ 3ൽ ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പാണ്. ഈ റോസ് വൈൻ്റെ ഫെർമെൻറ്റേഷന് വേണ്ടി നമുക്കൊരു ഗോതമ്പ് വേണം. ഒരു കിഴി കെട്ടിയിട്ട് ഈ ജാറിലേക്ക് ഇടണം. നിങ്ങളുടെ കയ്യിൽ ഫുൾ ഗോതമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത്. ഇതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ടേസ്റ്റിന് ഒരു വ്യത്യാസം വരില്ല. ഞങ്ങൾ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ടും റോസ് വൈൻ ഉണ്ടാക്കിയതാണ്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം നന്നായിട്ട് വന്നിരുന്നു. ഇനി ഈ കിഴി നമ്മൾ ഈ ജാറിലേക്ക് ഇടുകയാണ്. ഇതേപോലെ കുറച്ച് മതി കേട്ടോ ഗോതമ്പ്, ഇത്രയേ ആവശ്യമുള്ളൂ. നമുക്കിതിങ്ങനെ താഴേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഭംഗിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ച് ഞങ്ങൾ കെട്ടി വെച്ചു. ഇനിയിപ്പോൾ ഭദ്രമായിട്ട് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എടുത്ത് വെക്കാം. ഇനി 7ാമത്തെ ദിവസമേ നമുക്കിത് ഇളക്കാനുള്ളൂ. ഇന്ന് ഡേ 5 ആണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. നോക്കി, ഇന്ന് നിങ്ങൾക്ക് കാണാം ഇതിന് കളറൊക്കെ കണ്ടില്ലേ, നല്ല കളർ ബാൻഡ് വന്നിട്ടുണ്ട്. റെഡ് കളർ ഇതേ കണ്ട താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഡേ 7ൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്, എന്നാൽ ഡേ 5 ഈ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. കണ്ടോ ഫ്ലവറൊക്കെ. ഇന്നിപ്പോൾ ഡേ 7 ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് ഡേ 7 ആയി. അപ്പോൾ ഡേ 7 നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നോക്കി, നിങ്ങളിതിൻ്റെ കളർ നോക്കി, നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. റോസ് പെറ്റൽസിൻ്റെ സത്തൊക്കെ ഇറങ്ങി നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല റോസ് ഫ്ലവറിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല മണം. ഇനി ഇളക്കി ഒന്നിങ്ങനെ കണ്ടോ, ഇളക്കി ഒന്ന് കൊടുക്കണം. നമ്മൾ മുകളിലുള്ള പെറ്റൽസ് താഴേക്കൊക്കെ ആക്കി നന്നായിട്ട് കൊടുക്കണം. നല്ലൊരു റോസ് കളർ വന്നിട്ടില്ലേ. അപ്പോൾ ഡേ 7 നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. മധുരം ഒന്ന് നോക്കി, മധുരം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ഷുഗറൊന്നും ഇടുന്നില്ല. ഇനി നമ്മൾ ഇതേപോലെ പഴയതുപോലെ കെട്ടിവെച്ച് നന്നായിട്ട് അടച്ച് കെട്ടിവെക്കുന്നു. ഇനി നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നത് ഡേ 14th ആണ്. ഡേ 14th ആകുമ്പോഴേക്കും ഒന്നുകൂടിയും കളറൊക്കെയായി നല്ല ലഹരി വരും. അപ്പോൾ ഇന്നേക്ക് 14 ദിവസമായി നമ്മൾ റോസ് വൈൻ കെട്ടിവെച്ചിട്ട്. നിങ്ങൾ നോക്കി, നല്ല കളറ് വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. റോസ് പെറ്റൽസിൻ്റെ ഒക്കെ കളറെല്ലാം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിക്കാം. തുറന്നപ്പോൾ തന്നെ നല്ല വീര്യം കൂടി നല്ലൊരു മണം തന്നെ വന്നു കേട്ടോ. നമ്മളിതൊന്ന് ഇളക്കി, അരിപ്പേര് നമ്മൾ
അരിപ്പയിൽ എടുത്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. ഈ റോസ് പെറ്റൽസിൽ നിന്നൊക്കെ നമുക്ക് സത്ത് എടുക്കണം. നമ്മൾ ആദ്യം ഒരു അരിപ്പയിലേക്ക് ഈ റോസ് പെറ്റൽസ് എല്ലാതും എടുത്തിടുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ കിഴിയാണ്. നമ്മൾ നുറുക്ക് ഗോതമ്പ് ഇട്ട് വെച്ച കിഴിയില്ലേ, അതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അമർത്താം. ഇതുപോലെ നന്നായി അമർത്തി എല്ലാ നീരും നമുക്ക് എടുക്കണം. അപ്പോൾ അതേ വൈൻ ഇതുപോലെ ഞാനൊരു ചില്ലിൻ്റെ കുപ്പിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും വൈനൊക്കെ ഒരു ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ 14 ദിവസം വരെ വെച്ച റോസ് വൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് 21 ദിവസം എടുത്തു വെച്ചിരിക്കുന്ന റോസ് വൈനാണ്. അപ്പോൾ റോസ് വൈൻ അറിയാൻ പഴകും തോറും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് 21 ദിവസം വരെ കെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരാഴ്ച ഡിഫറൻസിൻ്റെ വീര്യം ടേസ്റ്റും എന്തായാലും ഇതിനുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിനി ഡിഫറൻസ് പറയാനാണ് പോകുന്നത്. ഇത് 14 ദിവസം കെട്ടിവെച്ചിരിക്കുന്ന റോസ് വൈൻ, ഇത് 21 ദിവസം കെട്ടിവെച്ചിരിക്കുന്ന റോസ് വൈൻ. അപ്പോൾ രണ്ടിൻ്റെയും കുടിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചു. നമുക്ക് ആദ്യം 14 ദിവസത്തെ നോക്കാട്ടോ. ഇതാണ് 14 ദിവസം കെട്ടിവെച്ചിരിക്കുന്നത്. നല്ല ഡാർക്ക് കളറാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കറക്റ്റ് ആണ്, നല്ല ലൈറ്റ് സ്വീറ്റ് ആണ്. റോസ് പെറ്റൽസിന്റെ ഫ്ലേവർ ആണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. വളരെ ലൈറ്റ് ആണ്. ഇതൊന്നും കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന വളരെ ലൈറ്റ് ആയിട്ടൊരു വൈനാണിത്. നല്ല ടേസ്റ്റ് ഉള്ളത്. പെറ്റൽസിന്റെ ഫ്ലേവറും കൂടുതലാണ്, ലൈറ്റും ആണ്. ഒപ്പം തന്നെ ഷുഗർ എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്തത് 21 ദിവസം കെട്ടി വെച്ചത് നോക്കാം. അപ്പോൾ ഒരാഴ്ചയുടെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് വെയിൽ ഇതിനും കൂടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഇതിന്റെ കളർ കണ്ടില്ലേ, 21 ദിവസം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഇതിന് കുറച്ച് വീര്യം കൂടുതലാണ്, കുറച്ച് കിക്ക് കൂടുതലാണ്. ഇതിന് വീര്യം കൂടുതലാണ്. ഇതും ഡിഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടിലും ഇട്ടിരിക്കുന്ന ഷുഗർ എമൗണ്ട് സെയിം ആണ്. പക്ഷെ ഇതൊരാഴ്ച ഡിഫറൻസ് കൂടുതൽ വെച്ചു. നമ്മൾ ഇത് 21 ദിവസം വെച്ചു. അതിന്റെ തന്നെ ഒരു എന്താ പറയുക വീര്യം ഇതിനുണ്ട്. ഇത് 14 ദിവസം. ഇത് കുറച്ച് ലൈറ്റ് ആണ്. ഇതൊന്നും പ്രഗ്നന്റ് ലേഡീസ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഇതായിരിക്കും കൂടുതൽ ബെറ്റർ. സ്വീറ്റ് ആണ്, ലൈറ്റും ആണ്. ഈ 14 ദിവസത്തെ കുറച്ച് വീര്യം കൂടുതലാണ്. കിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതായിരിക്കും ഏറ്റവും നല്ലത്.